നിർണായക വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചൈനയിലേക്ക്. ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ അദ്ദേഹം എത്തുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സന്ദർശനത്തിനിടെ അരാഗ്ചി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളും ചർച്ചയാകും. വിവിധ രാജ്യങ്ങളുമായി ഇറാൻ നടത്തിവരുന്ന നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായാണ് ഈ സന്ദർശനമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഫെബ്രുവരി 28-ന് ഇസ്രയേലും US-ഉം ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച ആക്രമണം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. അതിനാൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും സമാധാന നീക്കങ്ങളും ചർച്ചകളിൽ പ്രധാന വിഷയമാകും. മേഖലയിൽ കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ചൈനയുടെ പിന്തുണ തേടുക എന്നത് ഇറാന് നിർണായകമാണ്. അടുത്തിടെ പാകിസ്ഥാൻ, ഒമാൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ അരാഗ്ചി സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ചൈനീസ് സന്ദർശനം. അതേസമയം മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന തങ്ങളുടെ ദീർഘകാല നയം ഉയർത്തിപ്പിടിച്ചാണ് ബീജിംഗ് യുദ്ധമുഖത്ത് മധ്യസ്ഥന്റെ കുപ്പായം അണിയുന്നത്. യുദ്ധത്തിൽ ഒരു പക്ഷം ചേരാതെ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നാണ് ചൈനയുടെ ഔദ്യോഗിക നിലപാട്. ഇറാനുമായുള്ള സാമ്പത്തിക പ്രതിരോധ ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചൈന ആശയവിനിമയത്തിന് തയ്യാറാകുന്നുണ്ട്. ഇത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചൈനയ്ക്ക് മേൽക്കൈ നൽകുന്ന ഘടകമാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഇറക്കുമതി സുഗമമാക്കാൻ സമാധാനം അത്യന്താപേക്ഷിതമാണെന്ന് ബീജിംഗ് കരുതുന്നു. ഇടയ്ക്കിടെ അവർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മെയ് 14-ന് നടക്കാനിരിക്കുന്ന US ചൈന ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാന്റെ നിലപാടുകൾ ചൈനയെ ബോധ്യപ്പെടുത്തുക എന്നതും അരാഗ്ചിയുടെ യാത്രയുടെ ലക്ഷ്യമായി പറയുന്നുണ്ട്. അതേസമയം ഹോർമൂസിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരവുമാകുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ US തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പ്രോജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നിലവിൽ നടന്നുവരുന്ന ചർച്ചകളിൽ മികച്ച പുരോഗതി ഉണ്ടായ സാഹചര്യത്തിൽ പരസ്പര സമ്മതപ്രകാരമാണ് ഈ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം തുടരുമെങ്കിലും സൈനിക നീക്കങ്ങൾ തൽക്കാലം അവസാനിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എന്നാൽ അമേരിക്കൻ പിന്മാറ്റത്തെ തങ്ങളുടെ വിജയമായാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുന്ന ഈ തർക്കം പരിഹരിക്കാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തും. ഹോർമൂസ് അടച്ചതിനാൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടാൻ പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ US ഇടപെടൽ ആരംഭിച്ചത് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതിന് ബദലായി ഇറാൻ UAE-യിലെ ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം നടത്തിയതോടെയാണ് കുറച്ചുനാളത്തെ സമാധാനത്തിന് ശേഷം പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമായത്. ഇതിന് പിന്നാലെയാണ് സമാധാന ചർച്ചകളുടെ ഭാഗമായി പ്രോജക്ട് ഫ്രീഡം സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ US തീരുമാനിച്ചത്. ഗൾഫിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ അടച്ചിട്ട് ജലപാതയിലൂടെ വഴിതിരിച്ചുവിട്ടുകൊണ്ട് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും ആഗോള സമ്പദ്വ്യവസ്ഥയെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനും സഹായിക്കുക എന്നതായിരുന്നു പ്രോജക്ട് ഫ്രീഡത്തിന്റെ ലക്ഷ്യം. അതേസമയം ഹോർമൂസ് വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കാനായി US സൈന്യം പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ അകമ്പടി ദൌത്യം തുടങ്ങിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഹോർമൂസിൽ US നടത്തുന്ന പ്രകോപനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും തങ്ങളുടെ ശക്തി പ്രകടനം തുടങ്ങാൻ പോകുന്നതേയുള്ളൂവെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി. US വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ച UAE-ക്കും ഒമാനും നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ മേഖലയിൽ സംഘർഷം വീണ്ടും പുനരാരംഭിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇന്നലെയും UAE-ക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായെങ്കിലും തകർത്തു. UAE-യിലെ സ്കൂളുകളിൽ ഈ ആഴ്ച ക്ലാസുകൾ ഓൺലൈനാക്കി. 11 വരെ UAE വ്യോമ പരിധിയിൽ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഏതാനും അംഗീകൃത റൂട്ടുകളിലൂടെ മാത്രമേ സർവീസ് അനുവദിക്കൂ. കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടർന്നാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.